ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുകയത്രേ വേണ്ടത്. ജീവവചന പ്രതിദിന ധ്യാന ചിന്തയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. നാം സ്തോത്രം ചെയ്യുന്നവരാകണം എന്നൊരു വിഷയമാണ് നാം ഒരുമിച്ച് ചിന്തിക്കുവാൻ താല്പര്യപ്പെടുന്നത്. കുടപ്പിറപ്പുകളെ സ്തോത്രം എന്ന യാഗം അർപ്പിക്കുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന ഒരു വിശ്വാസി ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് ചെയ്യേണ്ടത്. സ്തോത്രാർപ്പണം ഒരു പൗരോഹിത്യ ശുശ്രൂഷയാണ് എന്നുള്ളത് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ ഓർപ്പിക്കുന്നു. ഒന്നിനെക്കുറിച്ചും നിങ്ങൾ വിചാരപ്പെടേണ്ടതില്ല, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുന്നത് ഒരു പൗരോഹിത്യ ശുശ്രൂഷയുടെ ഭാഗമാണ്. കർത്തൃകൽപ്പന അനുസരിച്ച് കർത്താവിൻ്റെ ശിഷ്യഗണത്തിലേക്ക് പ്രവേശിക്കപ്പെട്ടിരിക്കുന്നവരേവരും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവും എന്ന ഭാഗ്യ പദവികളിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നതിനാൽ അങ്ങനെയുള്ളവർ സ്തോത്രയാഗം അർപ്പിക്കുന്ന ശുശ്രൂഷകരായിരിക്കണം എന്ന തിരുവചനം നമ്മയും പ്രബോധിപ്പിക്കുകയാണ്. പ്രിയരെ, 3 കാര്യങ്ങളാണ് ഇവിടെ ഓർപ്പിക്കുന്നത്. പ്രാർത്ഥനയാലും അപേക്ഷയാലും സ്തോത്രത്തോടെയും നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തോട് പറയുക. അപ്രകാരം ചെയ്യുന്നവർക്ക് അവരുടെ ആവശ്യങ്ങൾ ലഭിക്കും എന്ന് പൗലോസ് അപ്പോസ്തലൻ സാക്ഷ്യപ്പെടുത്തുന്നു. ഒരു വിശ്വാസി എല്ലാറ്റിലും സ്തോത്രം ചെയ്യുന്ന സ്വഭാവമുള്ളവനായി തീരണം. രക്ഷ കരസ്ഥമാക്കിയവന്റെ അധരത്തിൽ നിന്ന് പുറപ്പെടേണ്ടതാണ് സ്തോത്രം. ഒരു നാമധേയ ക്രിസ്ത്യാനിയും ഒരു സത്യവിശ്വാസിയായ ക്രിസ്ത്യാനിയും തമ്മിലുള്ള വ്യത്യാസം ഇതായിരിക്കണം: എല്ലാറ്റിനും എപ്പോഴും ദൈവത്തിന് ഹൃദയത്തിൽ നിന്നും ഉയരുന്ന നന്ദിയും സ്നേഹവും അധരത്തിൽ കൂടെ സ്തോത്രമായി പുറപ്പെടുവിക്കുക എന്നുള്ളത്. ഹൃദയത്തിൽ പറഞ്ഞാൽ പോരെ, ഉച്ചത്തിൽ നാവെടുത്ത് തന്നെ പറയണമോ എന്നുള്ളത് പലരും ചോദിച്ച് കേട്ടിട്ടുണ്ട്, പലരും ചിന്തിക്കാറുമുണ്ട്. ദൈവത്തിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം, ദൈവത്തിൻ്റെ വചനം ആഹ്വാനം ചെയ്യുന്നത്, അപ്പോസ്തലന്മാർ ഉപദേശിക്കുന്നത് ഹൃദയത്തിൽ പറഞ്ഞാൽ പോരാ, ഉച്ചത്തിൽ നാവെടുത്ത് തന്നെ നാം സ്തോത്രം പറയണം. ദൈവം ചെയ്ത ഉപകാരങ്ങൾ ഓർത്ത് സ്തോത്രം ചെയ്യുന്നതിൽ കൂടി പ്രിയരെ ദൈവനാമം മഹത്വപ്പെടുകയാണ് ചെയ്യുന്നത്. സന്തോഷത്തോടെ സ്തോത്രം ചെയ്യണം. ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ചതിന്, നമ്മെ പുത്രന്റെ രാജ്യത്തിൽ ആക്കി വെച്ചതിന് പിതാവാം ദൈവത്തിന് സന്തോഷത്തോടെ സ്തോത്രം അർപ്പിക്കുവാൻ ഓരോ വിശ്വാസിക്കും കഴിയണം. ഓരോ ദിവസവും കഴിയണം, ഓരോ മണിക്കൂറുകളിലും കഴിയണം. കഷ്ടതകളുടെ നടുവിലും ഭൂമിയിലെ സന്തോഷാവസരങ്ങൾ താൽക്കാലികമായി തീരുമ്പോഴും അകത്ത് അവർണ്ണനീയമായ അനന്തമായ ഒരു സന്തോഷം സ്വർഗീയ പിതാവ് നമുക്ക് അനുഭവിക്കുവാൻ നൽകി തന്നിരിക്കുന്നു. അതനുഭവിക്കുന്നവനാണ് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുവാനും സ്തോത്രാർപ്പണമെന്ന യാഗമർപ്പിക്കുന്ന ആ പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യുവാനും ഇടയായി തീരുക. മടുത്തു പോകാതെ നാം സ്തോത്രത്തിൽ കവിഞ്ഞിരിക്കണം എന്നുള്ളതാണ് തിരുവചനം നൽകിത്തരുന്ന ശക്തമായ ഉപദേശം. സ്തോത്രത്തിൽ നിറഞ്ഞിരുന്നാൽ പോരാ, കവിഞ്ഞിരിക്കണം. നിറഞ്ഞെങ്കിലേ കവിയുള്ളൂ എന്ന് മറക്കരുത്. നിറഞ്ഞതിന് ശേഷമാണ് കവിച്ചിൽ. പ്രിയരെ, അത് നമ്മിൽ ഉളവാകണം. സ്തോത്രം ഒരുക്കി വെച്ച് നിറഞ്ഞിരിക്കുവാൻ ഒരിക്കലും നാം തുനിയരുത്. അത് പാപമാണ്. ആ അനുഭവം പ്രാപിക്കുമെങ്കിൽ സ്തോത്രത്തിൽ ജാഗരിപ്പാൻ നമുക്ക് കഴിയും. അപ്പോസ്തലിക ഉപദേശം പഠിപ്പിക്കുന്നത് പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പീൻ, സ്തോത്രത്തിൽ ജാഗരിപ്പീൻ എന്നുള്ളതാണ്. ഒരു വിശുദ്ധന് ഒഴിച്ചുകൂടാനാവാത്തതാണ് പ്രാർത്ഥനയും സ്തോത്രവും. പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുക എന്നാൽ പ്രാർത്ഥനയിൽ തുടരുക എന്നുള്ളതാണ് അർത്ഥം. പ്രാർത്ഥനയുടെ ഉത്തരം വൈകിപ്പോയാലും പ്രിയരെ തുടർന്നും പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. എന്നാൽ മറുപടി വിശ്വാസത്താൽ ലഭിച്ചതിനായി സ്തോത്രത്തിൽ ജാഗരിക്കുകയും വേണം. നമ്മുടെ സ്തോത്രം വർദ്ധിച്ചു വരുമ്പോൾ നമ്മുടെ അനുഗ്രഹവും വർദ്ധിക്കും. സ്തോത്രത്തിൽ കവിഞ്ഞിരിക്കുന്നവർ പ്രിയരെ ആത്മാവിൽ കവിഞ്ഞിരിക്കുന്നവരായിത്തീരും. കുടപ്പിറപ്പുകളെ, നാം നമ്മോട് തന്നെ ചോദിക്കുക, ഞാൻ എല്ലാറ്റിലും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നുണ്ടോ?
ഞാൻ വിശ്വാസത്തിൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞുമിരിക്കുന്നുവോ? ഞാൻ എൻ്റെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തെ അറിയിക്കുന്നുവോ? പ്രിയരെ, മറക്കാതെ, മടിക്കാതെ, ലജ്ജിക്കാതെ സ്തോത്രം ചെയ്യുക. മരണത്തിൽ നിന്ന് വിടുവിച്ചതിനും അത്ഭുതമായ രോഗശാന്തി നൽകി തന്നതിനും അനുഗ്രഹമായ നടത്തിപ്പ് ഓരോ ദിവസവും നൽകി തരുന്നതിനും വിളിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ വിശ്വസ്തതയെ ഓർത്തും ജയോത്സവമായി നമ്മെ നടത്തുന്നതിനായും സ്തോത്രം ചെയ്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ മറക്കരുതേ. ഇന്ന് പകലിലും ഇത് പ്രാക്ടീസ് ചെയ്യുവാൻ, എപ്പോഴും സന്തോഷിക്കുവാൻ, ഇടവിടാതെ സ്തോത്രം ചെയ്യുവാൻ താല്പര്യപ്പെടുക. അതിന് പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും. സ്തോത്രത്തിൽ ജാഗരിപ്പാൻ, ആത്മാവിൽ കവിഞ്ഞിരിക്കുവാൻ ഇന്ന് പകലിലും എല്ലാ പ്രിയപ്പെട്ടവരെയും സർവശക്തനായ ദൈവം സഹായിക്കട്ടെ. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ കണ്ണുകളെ അടയ്ക്കും. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ നല്ല ദിവസം ദൈവത്തിന് മാറ്റമില്ലാത്ത തിരുവചന ശ്രദ്ധയോടെ കേൾക്കുവാൻ, ധ്യാനിക്കുവാൻ ഞങ്ങൾക്ക് നൽകിയ അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് ലഭിച്ച രക്ഷയ്ക്കായി, ഞങ്ങൾക്ക് നൽകി തന്ന നിത്യജീവന്റെ അവകാശത്തിനായി, ഞങ്ങൾക്ക് നൽകി തന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പിനായി, നിറവിനായി, കർത്താവെ, ഓരോ ദിവസവും ഞങ്ങളെ സൗഖ്യമാക്കി നടത്തുന്ന വിധങ്ങൾക്കായി നന്ദിയോടെ ഞങ്ങളുടെ നാവ് ഉയർത്തി, ശബ്ദമുയർത്തി സ്തോത്രം ചെയ്യുവാനും, കർത്താവ് എപ്പോഴും സ്തോത്രത്തിൽ ജാഗരിച്ചുകൊണ്ടിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദിയുള്ള ഹൃദയത്തിൽ നിന്ന് നന്ദിയുള്ള സ്തോത്രത്തിന് ശബ്ദമുയർത്തി ഇന്ന് പകലിലും ഞങ്ങളുടെ ജീവിതാനുഭവങ്ങൾ കൂടി കർത്താവിനെ ആരാധിക്കുവാൻ, മഹത്വപ്പെടുത്തുവാൻ കർത്താവ് കൃപ പകരുമാറാകണമേ. അതിന് ഞങ്ങൾ ശ്രമിക്കുമ്പോൾ ഞങ്ങൾ മടുത്തു പോകാൻ ഇടയാകാതെ, ഞങ്ങൾ ക്ഷീണിച്ചു പോകാൻ ഇടയാകാതെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, ആരാധിക്കുവാൻ കർത്താവെ ഞങ്ങൾ താല്പര്യപ്പെടുന്നു. കർത്താവിൻ്റെ ആത്മാവിൻ്റെ ശക്തി ഞങ്ങളുടെ മേൽ ചൊരിയണമേ. ഇന്നിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റി തന്ന് മാനിക്കണമേ. സൗഖ്യമില്ലാത്തവർക്ക് സൗഖ്യം കൽപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടവൻ കൃപയ്ക്കായി സ്തോത്രം. സകലതും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്നു യേശു കർത്താവിൻ്റെ ധന്യമായ നാമത്തിൽ താഴ്മയോട് അപേക്ഷിക്കുന്ന പച്ച ദയ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. പ്രിയരെ, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ വരവടുത്തിരിക്കുന്നു. അവൻ്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങി കാത്തിരിക്കാം. മാറാനാഥ.